இந்திரன் சார் ரொம்ப ரொம்ப ஸ்வீட். ஏன்னா லாலிட்டா மம்முக்கா அவரோட ஒர்க் பண்ணச்சே நான் ரொம்ப யங், ஒன்றுமே தெரியாமல் இருந்தது. அண்ட் ஆல்சோ இப்போவும் எனக்கு அவ்வளோவா ஞாபகமும் இல்லை. 35 இயர்ஸ் 30 இயர்ஸ் ப்ளஸ் அந்த அந்த ஷூட்டிங்க்கு ஆயிருக்கு. ஆனால் இப்போ நான் நிஜமாவே டிஃப்ரெண்ட் கேரக்டர்ஸ் பண்ணணும்னு ஆசைப்படுறேன், டிஃப்ரெண்ட் ஃபில்ம்ஸ் பண்ணணும்னு ஆசைப்படுறேன். இந்த மாதிரி நான் வந்திருக்கச்சு இந்திரன் சார் மாதிரி ஒரு எக்ஸ்பீரியன்ஸ்டான ஆக்டரோட ஒர்க் பண்ணுறது அது ரொம்ப சந்தோஷமான விஷயம். அது மட்டும் இல்லாமல் அவரோட பர்சனாலிட்டி, அவர் ஹம்பிளாக இருக்கிறது, இவ்வளோ பெரிய சக்ஸஸ் இப்போ கூட ரீசெண்டாக அச்சீவ் பண்ண அப்புறமும் இவ்வளோ ஹம்பிளாக உட்காந்துருக்கிறது, அதுவே எனக்கு ஒரு புது எக்ஸ்பீரியன்ஸ். ஸோ எனக்கு என்னோட கோ ஆக்டர்ஸ்கிட்டேருந்தும் அப்புறம் என்னோட டைரக்டர் எல்லார்கிட்டையும் எனக்கு வாரணாசியில் எல்லாரும் ஒரு ஃபேமிலி மாதிரி இருந்து, ஒரு ஆக்டரோ இல்லை டெக்னீஷியனோ அப்படி இல்லாமல் ஒரு ஃபேமிலி மாதிரி கூட இருந்து ஒரு மாதம் ஷூட்டிங் பண்ணினதில் அவங்க சொன்ன வேர்டு ஹிருதய பந்தம், அது எனக்கு அந்த கேரக்டர் லீலா மாஷிக்கு மட்டும் இல்லாமல் பட் இருக்கிற எல்லாரோடையுமே ஒரு நைஸ் ஃபீலிங் இருந்தது. அதுவும் கும்பு மேளாக்கு முன்னாடி இந்த நடந்த படம். ஸோ அங்கே வாரணாசியில் போனீங்கன்னா உங்களுக்கு ஒரு ஸ்பிரிச்சுவல் எனர்ஜி ஒன்று இருக்கும். அதில் இந்த மாதிரி அப்புறம் நம்ம ஃபேஸ் பாய் வாரணாசியை க்ளீனாக காமிச்சிருக்காரு, பியூராக. இவங்களும் அந்த வேர்டு பியூர் அப்படின்னு யூஸ் பண்ணாங்க. அந்த 1 month ஷூட்டிங்கில் ஆஸ் அன் ஆர்டிஸ்ட் அண்ட் ஆஸ் அ நாட் ஆர்டிஸ்ட் அதர்வைஸ் எனக்கு ஒரு பியூரிட்டி ஃபீலிங் இந்த படத்துலையும் அண்ட் வாரணாசிலையும் ஃபீல் ஆச்சு. அதில் இந்திரன் சார் அவரோட இன்னசென்ஸ், அவரோட எக்ஸ்பீரியன்ஸ் எல்லாமே என்னோட ஹார்ட்டை ரொம்ப டச் பண்ணிது. പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ലവ് സ്റ്റോറിയായിട്ടാണ് തോന്നിയത്. ട്രെയിലർ കണ്ടപ്പോൾ വേറൊരു ചിന്തയാണ് വന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അതായിരിക്കുമോ സിനിമ? ഇതിൽ ആക്ച്വലി എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫിലോസഫി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കംഫർട്ട് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഡെസ്റ്റിനി അത് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ വാരണാസിയുടെ കുറേ എലമെന്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ബേസിക്കലി ഇത് രണ്ട് മനുഷ്യർ തമ്മിലുള്ളൊരു എന്താ പറയുക, ഹൃദയബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ്. അങ്ങനെ മാത്രം നമ്മളതിനെ അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒബിയസ്ലി വാരണാസി വന്നു പോകുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസിലും കാര്യത്തിലൊക്കെ വാരണാസിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു റോള് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഇപ്പം ഇതിലെ ലീല എന്ന കഥാപാത്രത്തിൽ നോക്കിയാലും എല്ലാ ലീല എന്ന കഥാപാത്രം വഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി തോന്നുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇന്ന് ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതിന്റെ അവസ്ഥ, ഒരാൾ കേൾക്കാൻ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടി. അപ്പോൾ ലീല എത്രത്തോളം റിലേറ്റബിൾ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ? ഒത്തിരി എനിക്ക് തോന്നുന്നു ഫീമെയിൽ എല്ലാവർക്കും ലീലയെ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഷീ ഈസ് സോ പ്യുവർ, എല്ലാവർക്കും കണക്റ്റ് ആവും. അതെനിക്ക് താങ്കളൊരു മെയിലായതുകൊണ്ട് എനിക്ക് അറിയില്ല, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മൂവി റിലീസ് ചിലപ്പം ഐ ഹോപ്പ് ഫീമെയിൽ സ്ത്രീകൾക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവി എന്ന് പറഞ്ഞാൽ കുറച്ച് മൊമെന്റ്സ് ആണ്. ഒരു നിങ്ങളിപ്പോൾ ട്രെയിലറിൽ കണ്ട പോലെ രണ്ടുപേര് കുറച്ച് സമയം കുറച്ച് നേരം അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് ഒരുപാട് നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിയുടെ ഒരു ആസ്വാദനത്തെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാം വാരണാസി കുറച്ച് ക്രൗഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കുംഭമേളയുടെ എഡ്ജിലും കാര്യത്തിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മണിക്കൻ സാറിൻ്റെ സ്റ്റൈലാണ് ക്രൗഡിനകത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച്, അങ്ങനെയൊക്കെ സാർ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അതിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഞാനിത് വാരണാസിയിൽ ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ എഴുതിയത്. അങ്ങനെ ഒരു മൂവിയല്ല. ഞാൻ എൻ്റെ ഒരു വെരി ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്കിടയിൽ വാരണാസിയിലോട്ട് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പോയതാണ്. ഒരു പെട്ടെന്ന് നമുക്ക് ഒരു വിശ്വാസമുണ്ട്, വാരണാസി നമ്മളെ വിളിച്ചാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും പലപ്പോഴും നമുക്കത് പോകാൻ പറ്റാറില്ല. അപ്പം അങ്ങനെയൊരു എന്താ പറയുക, ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ വാരണാസി പോകണം എന്നുള്ള തോട്ടിൽ പോയതാണ്. അവിടെ ചെന്നിരുന്ന് എനിക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ വാരണാസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമോഷൻ ഫോർ മീ. എനിക്ക് വെരി ഫസ്റ്റ് ഡേ ആ ഒരു നൈറ്റിൽ ഞാൻ വാരണാസി ഒബിയസ്ലി നമ്മൾ ഒത്തിരി നടന്ന്
നൈറ്റിൽ എക്സ്പ്ലോർ ചെയ്ത് ഗംഗഘാട്ടിലെല്ലാം ഇരുന്ന് നമുക്കൊരു നമ്മൾ യൂഷ്വലി നമുക്കുള്ളൊരു ഒരു ഇമേജ് അല്ല നമുക്ക് അന്നേരം ഈ നൈറ്റിൽ വാരണാസി ഘാട്ടിൽ നമുക്ക് കിട്ടാറ്. അപ്പോൾ ഒബിയസ്ലി ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഇമോഷണൽ കണക്ട് കിട്ടി. എനിക്ക് ഇവിടെ അത് എനിക്കറിയാം കാണാനുള്ളൊരു ബ്യൂട്ടി എന്നുള്ളതല്ല, ഒരു നമുക്കൊരു ഇന്റേണൽ എന്തോ ഒരു കണക്ട് തോന്നും ആ മണ്ണിനോട്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇവിടെ എനിക്കൊരു ഈ പശ്ചാത്തലത്തിൽ എനിക്കൊരു കഥ പറയണം എന്നുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വാരണാസി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാന്ന് പറയില്ലേ, ഒരു ഡെസ്റ്റിനി പോലെ. അങ്ങനെ ഞാൻ വേറൊരു സിനിമയുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നൊരു തോട്ടാണ്. പിന്നെ എനിക്ക് എല്ലാം എൻ്റെ സുഹൃത്ത്, നമ്മൾ ക്ലാസ്മേറ്റ് ബാച്ച്മേറ്റ്സ് ആണ്. ഞാൻ ഒരു കഥ എഴുതി അഭിജിത്തിനായിട്ട് സംസാരിച്ചു. എല്ലാം എനിക്ക് വളരെ എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് നടന്നു. ലൈക്ക് മാമിൻ്റെ ഒരു ഡേറ്റ് ക്ലാഷ് അത് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നിട്ടുള്ളൊരു ഒരു മൂവിയാണിത്. അതായത് എനിക്കത് അങ്ങനെയാണ്, ലൈക്ക് എല്ലാം ഒരു മാജിക്കലി അഭിജിത്ത് ഇൻവോൾവ് ചെയ്തു, മധു മാം, ഇന്ദ്രൻ സർ, എല്ലാവരും, ഗോവിന്ദ് ബസന്ത്, എല്ലാവരും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കഥ എഴുതിയതിൻ്റെ ഒരു എഫേർട്ട്ലെസ് അതെനിക്ക് എല്ലാ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലും എനിക്ക് അവരെ കിട്ടാനുണ്ടായിട്ടുണ്ട്. ഇതാണ് ആൻസർ എന്ന് വിചാരിക്കുന്നു. ഇതാണ് ചോദിച്ചത്.